തൃശൂർ നഗരത്തിൽ KSRTC ബസ്സിടിച്ച് തകർന്ന ശക്തൻ തമ്പുരാന്റെ പ്രതിമ പുനഃസ്ഥാപിക്കുന്നതിനെ ചൊല്ലി രാഷ്ട്രീയ പോര്. മേയർ MK വർഗീസ് സ്വന്തം നിലയിൽ തീരുമാനമെടുത്ത് പ്രതിമയുടെ അനാച്ഛാദനം നിർവഹിക്കാൻ തീരുമാനിച്ചെങ്കിലും അവസാന നിമിഷം ഒഴിവാക്കി. അതേസമയം പുനർനിർമ്മിച്ച പ്രതിമയ്ക്ക് ശക്തൻ തമ്പുരാന്റെ രൂപവുമായി യാതൊരു ബന്ധവുമില്ലെന്ന ആരോപണങ്ങളും ചരിത്രകാരന്മാർ ഉയർത്തുന്നുണ്ട്. ആധുനിക തൃശൂർ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാന്റെ പ്രതിമ കഴിഞ്ഞ വർഷം മെയ് 9-നാണ് KSRTC ബസ്സിടിച്ച് നിലം പതിച്ചത്. മാസങ്ങൾക്കകം അറ്റകുറ്റപ്പണികൾ തീർത്ത് പ്രതിമ തൃശൂരിൽ എത്തിച്ചെങ്കിലും അനാച്ഛാദനം വൈകി. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസമാണ് പ്രതിമ പുനഃസ്ഥാപിക്കുമെന്ന് കാട്ടി മേയർ MK വർഗീസ് അറിയിപ്പ് നൽകിയത്. എന്നാൽ മന്ത്രി K രാജൻ അടക്കമുള്ളവരെ ഒഴിവാക്കി പ്രതിമ ഒറ്റയ്ക്ക് അനാച്ഛാദനം നടത്താൻ മേയർ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് CPI എതിർപ്പുമായി രംഗത്തെത്തി. പിന്നാലെ അറിയിപ്പ് പിൻവലിച്ച് അനാച്ഛാദനം നീട്ടിവെക്കുകയായിരുന്നു. മേയർ ഏകപക്ഷീയമായി താൻ തന്നെ ഈ പ്രതിമ ഉദ്ഘാടനം ചെയ്യണമെന്ന മേയറുടെ ചിന്തയും തീരുമാനവുമാണ് പിന്നീട് ഉദ്ഘാടനം പ്രഖ്യാപിക്കപ്പെട്ട അനാച്ഛാദനം പ്രഖ്യാപിക്കപ്പെട്ട പ്രതിമയുടെ ഉദ്ഘാടന ക്രമം മാറ്റിവെക്കേണ്ടി വന്നത്. CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ഭരണ സമിതിയിലെ തമ്മിൽ തർക്കം മൂലം നഗരത്തിൻ്റെ ശില്പിയെ ശക്തൻ തമ്പുരാനെ അവഹേളിക്കുന്ന നടപടിയാണ് മേയറുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഇതിന് മേയർ മാപ്പ് പറയണം. ഏറെ നാളത്തെ രാഷ്ട്രീയ വിവാദങ്ങൾക്കൊടുവിൽ 2013-ലാണ് 30 ലക്ഷം രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച ശക്തന്റെ പ്രതിമ നഗരഹൃദയത്തിൽ തന്നെ സ്ഥാപിച്ചത്. തിരുവനന്തപുരം സ്വദേശിയായ ശില്പി കുന്നിവിള മുരളി നിർമ്മിച്ച പ്രതിമ അന്നത്തെ ഗവർണർ നിഖിൽ കുമാറാണ് അനാച്ഛാദനം ചെയ്തത്. എന്നാൽ പ്രതിമ സ്ഥാപിച്ച് 11-ാമത്തെ വർഷമാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതിനെ തുടർന്നുണ്ടായ അപകടമാണെന്ന് വ്യക്തമായതോടെ അറ്റകുറ്റപ്പണികളുടെയും പുനർനിർമ്മാണത്തിന്റെയും ചിലവ് ഗതാഗത വകുപ്പ് ഏറ്റെടുത്തു. എന്നാൽ മുൻപ് സ്ഥാപിച്ചതും അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി ഇപ്പോൾ തൃശൂരിൽ എത്തിച്ചതുമായ പ്രതിമയ്ക്ക് ശക്തൻ തമ്പുരാനുമായി തീരെ രൂപസാദൃശ്യമില്ലെന്നാണ് ചരിത്രകാരനായ പ്രൊഫസർ TP സുധാകരൻ പറയുന്നത്. തൃശൂർ ശക്തൻ തമ്പുരാൻ മ്യൂസിയത്തിൽ ആർട്ടിസ്റ്റ് ശങ്കരമേനോൻ, അയാൾ മുൻ മുനിസിപ്പൽ ചെയർമാനും വിവേകോദയം സ്കൂളിലെ ഡ്രോയിങ് മാഷ് മാത്രമായിരുന്നു. അദ്ദേഹം വരച്ച ഒരു ഭാവനാ ചിത്രം മാത്രമാണ് ഈ ശില്പത്തിന് അടിസ്ഥാനമായിട്ടുള്ളത്. അതും പിന്നീട് മാറ്റം വരുത്തി. സർവാഭരണ വിഭൂഷിതനും രത്നാഭരണങ്ങൾ അണിഞ്ഞവനും വെളുത്തവനുമായ ശക്തൻ തമ്പുരാൻ. പക്ഷേ പുത്തേഴ്ത്ത് രാമമേനോൻ്റെ ശക്തൻ തമ്പുരാൻ കറുത്തവനും മുഖത്ത് വസൂരിക്കലകളുള്ളവനും ഉയരം കുറഞ്ഞവനും ഒക്കെയാണ്. അപ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞു, കാനായി കുഞ്ഞിരാമനെ പോലെയുള്ള പ്രസിദ്ധ ശില്പികളെ കൊണ്ട് ഒരു പ്രതീകാത്മക ശില്പമായിരുന്നു പണിയേണ്ടതെന്ന്. അതാണ് ഇപ്പോഴത്തെ ശക്തൻ തമ്പുരാൻ എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ശില്പം. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ പ്രതിമയുടെ പുനഃസ്ഥാപനവും അനാച്ഛാദനവും രാഷ്ട്രീയ പ്രശ്നമായി തന്നെയാണ് കോർപ്പറേഷൻ അധികൃതരും ജനപ്രതിനിധികളും കാണുന്നത്. ഇതേ ചൊല്ലി അഭിപ്രായ ഭിന്നതകളും തർക്കങ്ങളും തുടരുന്നതിനാൽ പ്രതിമ എന്ന് അനാച്ഛാദനം ചെയ്യാനാകുമെന്ന കാര്യത്തിലും കൃത്യമായ വിവരം നൽകാൻ ഇവരിൽ ഒരാൾക്കും സാധിക്കുന്നുമില്ല. ഇതിനിടയിലാണ് വലിയ തുക ചിലവഴിച്ച് സ്ഥാപിക്കാനിരിക്കുന്ന പ്രതിമയ്ക്ക് ശക്തനുമായി ബന്ധമില്ലെന്ന അഭിപ്രായങ്ങളും ഒരു വശത്ത് വരുന്നത്. ന്യൂസ് മലയാളം, തൃശൂർ.